മമ്മൂക്ക അല്പം മുമ്പ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെയെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ചോദിച്ചിട്ട് അടുത്ത 18 ദിവസം നീ രാഹുലിനെ പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ മമ്മൂക്കയിലെത്തിയ കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്തത് അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇല്ല, എല്ലാ പാർട്ടിക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ ഇത്രയും വിമതരുള്ള, ഇത്രയും തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് UDF മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രം പ്രശ്നമല്ല അത്. സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും പ്രചരണമൊക്കെ വരുമ്പോൾ താരപ്രചാരകരായി കാണാൻ കഴിയുമോ? അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് അവിടെ എനിക്ക് പ്രചരണത്തിന് വരണമെന്നുള്ളത് പറയുന്നില്ല. പിന്നെ സിനിമയിൽ സജീവം എന്ന് പറയുന്ന അത്രയും പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടെലിവിഷനും വേദിയിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കണം. നമുക്ക് വളരെ പരിമിതമായ സമയമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം. അവിടെയുള്ള എല്ലാവരെയും ഉള്ള സമയം കൊണ്ട് കാണണമെന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഞാൻ ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ള പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലല്ല രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്തും നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടന് പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രമേ എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി.